ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ നിങ്ങളൊരു +2 വിജയിച്ച ഒരു വ്യക്തിയാണോ എങ്കിൽ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ക്ലർക്ക് ആയിട്ട് ജോലി നേടാവുന്നതാണ്. ഓക്കെ, ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി പരീക്ഷാ വിജ്ഞാപനം ഇറക്കി. +2 യോഗ്യതയുള്ളവർക്ക് കേന്ദ്ര സർക്കാർ ജോലി നേടാനുള്ള മികച്ച അവസരമാണിത്. LDC സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്കാണ് നിയമനം. താല്പര്യമുള്ളവർക്ക് ജൂലൈ 18 വരെ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിൻ്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ റിക്രൂട്ട്മെന്റ്, ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആകെ 3131 ഒഴിവുകളാണുള്ളത്. പ്രായപരിധി എന്നത് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി എന്നത് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് 1998 ഓഗസ്റ്റ് 2-നും 2007 ഓഗസ്റ്റ് 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളം എന്നത് ലോവർ ഡിവിഷണൽ ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് 19,900 രൂപ മുതൽ 63,200 രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന തസ്തികയിലേക്കായി തിരഞ്ഞെടുക്കുന്നവർക്ക് 25,500 രൂപ മുതൽ 81,100 രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തെന്ന് നോക്കാം. ലോവർ ഡിവിഷണൽ ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് +2 വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന തസ്തികയിലേക്ക് +2 വിജയിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ ജനറൽ കാറ്റഗറിക്ക് 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. വനിതകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ, ഭിന്നശേഷിക്കാർ, വിരമിച്ച സൈനികർ എന്നിവർ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ജോബിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ SSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം നോട്ടിഫിക്കേഷനിൽ നിന്ന് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി 10th ലെവൽ എക്സാമിനേഷൻ 2025 എന്ന് സെലക്ട് ചെയ്ത് ഓൺലൈൻ വഴി അപേക്ഷ നൽകണം. വിശദമായ വിജ്ഞാപനം ചുവടെ നൽകുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് വായിച്ച് നിങ്ങൾക്ക് കറക്റ്റ് സംശയങ്ങളൊക്കെ തീർക്കാവുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്നത് ജൂലൈ 18 ആണ്. ഇതിലെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക്